ഒരു നല്ല പ്രതിപക്ഷമായി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു കേരളത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം പറയുകയുണ്ടായി. ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു പാർട്ടി 10 ദിവസത്തിനുള്ളിൽ തെരുവിലിറങ്ങുക. ഇറങ്ങിയതല്ല, ഞങ്ങൾ ഇറക്കിയതാണ്. മുൻമന്ത്രി സജി ചെറിയാനാണ് പ്രതികരിച്ചത്. ഏതായാലും വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷം തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. CPIM പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി അല്പസമയത്തിനകം അവർ പ്രതിഷേധ പ്രകടനം, പന്തംകുളത്തി പ്രകടനമൊക്കെ നടത്തുന്നതിന് നേരത്തെ CPIM നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ മാത്രമായിരുന്നില്ല, അങ്ങ് രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലും ഈ പ്രതിഷേധം അലയടിച്ചു. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലായിരുന്നു CPIM പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മുതിർന്ന നേതാക്കൾ ബൃന്ദ കാരാട്ട്, വിജു കൃഷ്ണൻ, അശോക് ധാവളെ, മറിയം ധാവളെയൊക്കെ ഈ മാർച്ചിന് നേതൃത്വം നൽകിയുണ്ടായിരുന്നു. പക്ഷേ അവരെ ഡൽഹി പോലീസ് വലിച്ചിഴച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു. മാസപ്പടി കേസിലെ ED റെയ്ഡിൽ പ്രതികരിച്ച് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏതു തരത്തിലുള്ള ഭീഷണി വന്നാലും തല പോയാലും പോരാടുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ആ പ്രതികരണം കാണാം. സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു. അവരോട് ഒരു കാര്യം വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPIM പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവുമെന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലുള്ള വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഒന്നും കണ്ടെത്തിയില്ല എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തുവരികയാണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖ 24-ന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നു ദീപക് ധർമ്മടം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇതാണ് EDയുടെ രേഖ, ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. EDയുടെ രേഖയിൽ റിയാസിന്റെ വീട്ടിൽ, കോട്ടൂളിയിലെ വീട്ടിൽ സെർച്ച് നടത്തി. ED സെർച്ച് ദ ഹോൾ പെർമിസസ് ഇൻക്ലൂഡിംഗ് 5 ബെഡ്റൂം ആൻഡ് കിച്ചൺ ഹാൾ എക്സെട്രാസ് എന്ന് പറയുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇവിടെ നിന്നും ഒന്നും തന്നെ കണ്ടെടുത്തിട്ടില്ല എന്നുകൂടി സാക്ഷ്യപ്പെടുത്തി. അതായത് എന്തെങ്കിലും കണ്ടെടുത്തിട്ടില്ല എന്നുള്ളതും മാത്രവുമല്ല, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തനിക്കറിയില്ല എന്ന് റിയാസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയാണ് ഈ EDയുടെ സെർച്ച് നോട്ട് നൽകിയിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ED ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്താൽ എന്തെങ്കിലും കണ്ടെടുത്താലും കണ്ടെടുത്തില്ലെങ്കിലും ഒരു സെർച്ച് നോട്ട് ആ സെർച്ച് നടന്ന പെർമിസസിലെ അതിന്റെ ഉടമസ്ഥന് നൽകും. ആ നോട്ടിന്റെ പകർപ്പാണ്, ED നോട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ എന്തെങ്കിലും മുൻ മന്ത്രി CPIM സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്നും EDക്ക് കണ്ടെടുക്കാനായില്ല എന്ന് ED തന്നെ സാക്ഷ്യപത്രമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ദിലീപ് കുമാർ, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ദീപക് ധർമ്മടം. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ, മുഹമ്മദ് റിയാസിന്റെ കോട്ടുളിയിലുള്ള വസതിയിൽ നടത്തിയ പരിശോധനയിൽ രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ED ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ രേഖയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സ്ക്രീനിന്റെ ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ നിന്ന് രേഖകളൊന്നും കണ്ടെത്തിയില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയതിന്റെ ആ രേഖയാണ് ഇപ്പോൾ സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണുന്നത്. മറുവശത്ത് തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വാടക വീടിന് മുന്നിൽ CPIM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ്. തലസ്ഥാന നഗരം ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്നു. തിരുവനന്തപുരത്ത് പാളയത്തുള്ള CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അവിടെ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം ആക്രമിച്ച കേസിലെ പ്രതികളെ പിടികൂടാതെ മടങ്ങില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 5ഓളം പ്രതികളെ തമ്പാനൂർ പോലീസ് പിടികൂടിയതായുള്ള വിവരമുണ്ട്. 10 പ്രതികൾ ഇപ്പോൾ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അകത്തുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ
പിടികൂടണമെങ്കിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കടക്കണം. അവിടെ CPM-ന്റെ ജില്ലാ നേതൃത്വം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ മുൻമന്ത്രിമാരായ V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്, മുൻ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ, വട്ടിയൂർക്കാവിലെ മുൻ MLA VK പ്രശാന്ത് തുടങ്ങി നിരവധി നേതാക്കൾ അവിടെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണിനി പോലീസിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പോലീസിന് ശക്തമായ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.